ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഹൃദയം എന്ന സ്റ്റോറി കേട്ടോ. ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ പുതിയ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കൂ. എനിക്ക് സമയം കിട്ടുമ്പോൾ കുറേശ്ശെ എഴുതി അവിടെ ഷോർട്ട് സ്റ്റോറികൾ ഇടണമെന്നുണ്ട്. പുതിയ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ ചാനൽ ലിങ്ക് പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ വേഗം ചെയ്തോളൂ. അവിടെ ഒരു 3 സ്റ്റോറി ആയിട്ടുണ്ട്. വായിച്ചിട്ട് അവിടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ പറയരുത്. എന്നാ സ്റ്റോറിയിലേക്ക് പോകാം. വൈകുന്നേരം ചായയും സ്നാക്സും കഴിക്കാൻ റീത്തയാണ് ഇഷാനെ റൂമിൽ ചെന്ന് വിളിച്ചത്. ആ മമ്മിയോ? കയറി വാ മമ്മി. മോനെ, എന്നെ നീ അമ്മച്ചിന്ന് വിളിച്ചാൽ മതി. എനിക്ക് ഈ മമ്മി എന്ന് വിളിച്ച് കേൾക്കുന്നതിലും ഇഷ്ടം അതാ. അതിനെന്താ അമ്മച്ചി? ജാനു അങ്ങനെയല്ലേ വിളിക്കുന്നേ? ഞാനും ഇനി മുതൽ അങ്ങനെയേ വിളിക്കൂ കേട്ടോ. അവന്റെ ചിരി അവർ നോക്കി നിന്നു. എന്താ അമ്മച്ചി ഇങ്ങനെ നോക്കുന്നേ? മോനെ, എന്ത് വാശിയുടെ പേരിലായാലും ഇനി എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കല്ലേ മോനെ. അവരുടെ സ്വരമിടറിയതും അവൻ ഞെട്ടലോടെ അവരെ നോക്കി. പൊടുന്നനെ അവൻ കുനിഞ്ഞവരുടെ കാലിൽ വീണു. അവർ ഞെട്ടിപ്പോയി. മോനെ, നീ നീ എന്തേ കാണിക്കുന്നേ? അമ്മച്ചി, അമ്മച്ചി എന്നോട് ക്ഷമിക്കണം. ഒരു സ്ത്രീക്കും സഹിക്കാൻ കഴിയാത്തതാ ഞാൻ ജാനുവിനോട് ചെയ്തത്. എനിക്ക് അപ്പോൾ അതൊന്നും തലയിൽ കയറിയില്ല അമ്മച്ചി. എൻ്റെ വാശി, എൻ്റെ ദേഷ്യം, ചെയ്യുന്നതോ പറയുന്നതോ എന്താണെന്ന് തിരിച്ചറിയാതെ പറ്റിപ്പോയി അമ്മച്ചി. അവളോടുള്ള പ്രായശ്ചിത്തം മാത്രമല്ല അമ്മച്ചി, ഈ വിവാഹം എനിക്കവളെ അത്രയ്ക്കിഷ്ടമായോണ്ടാ. എൻ്റെ പ്രാണനായോണ്ടാ. അത് തിരിച്ചറിയാൻ ഇത്തിരി വൈകിപ്പോയി അമ്മച്ചി. അമ്മച്ചി എന്നെ വെറുക്കരുത്. അവന്റെ കണ്ണുനീർ കാലിൽ വീണ് പൊള്ളിച്ചതും അവർ പിടച്ചിലോടെ അവനെ പിടിച്ചുയർത്തി. മോനെ, നീ എന്തേ കാണിച്ചത്? അങ്ങനെയൊന്നും ചെയ്യരുത്. നിന്റെ പ്രായത്തിന്റെ എടുത്തുചാട്ടത്തിൽ പറ്റിയ ചെറിയൊരു തെറ്റ്, അത്രയേ ഈ അമ്മച്ചി കരുതിയിട്ടുള്ളൂ. പിന്നെ അമ്മച്ചിയല്ലേ, മോളുടെ കാര്യത്തിൽ ഇത്തിരി ആശങ്കയില്ലാതിരിക്കുവോ? അല്ലാതെ എൻ്റെ മോൻ ഇങ്ങനെ മാപ്പ് പറയുമെന്നൊന്നും അമ്മച്ചി കരുതിയില്ല. നിന്നോടൊന്ന് സംസാരിക്കാൻ ഞാൻ തന്നെ വന്നതാ, ഉള്ളിലെ ആശങ്കയൊന്നടക്കാൻ. എനിക്കറിയാം നിനക്കവളെ ജീവനാണെന്ന്. പക്ഷേ അവൾക്കിത്തിരി കുറുമ്പ് കൂടുതലാ. നിന്നോട് വല്ലതും കാണിച്ചാ നീ അങ്ങ് ക്ഷമിക്കണേ മോനെ. അതൊരു പാവാ. ഉള്ളിലൊന്നും വച്ചിട്ടല്ല, പിന്നെ വെറുതെ ജാട, അത്രയുള്ളൂ. ശരിക്കും അതൊരു പൊട്ടിപ്പെണ്ണ. അവരുടെ കണ്ണ് നിറഞ്ഞു. മോന് അവളെ ജീവനാന്ന് ജോപ്പൻ പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. അവൾക്കും നിന്നെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാലോ. പിന്നെ മനസ്സിനേറ്റ മുറിവ് ഒന്ന് തണുക്കും വരെയും മോൻ ക്ഷമിക്കണം. അവൾ വരുവടാ നിന്നെ മനസ്സിലാക്കി നിന്റെ മാത്രം പെണ്ണായി. അതിന് നീ മനസ്സ് വയ്ക്കണം. അവൾക്കേറ്റ മുറിവിന് നിന്റെ സ്നേഹം മരുന്നാകണം. അപ്പോ അവൾ നിന്നിൽ തിരിച്ചെത്തും. നീ നോക്കിക്കോ, ഈ അമ്മച്ചി പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന്. നിങ്ങളായിരിക്കും ഈ ലോകത്തിലെ തന്നെ ബെസ്റ്റ് കപ്പിൾസ്. അവൻ അവരെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ് അമ്മച്ചി. അമ്മച്ചിയുടെ നാവ് പൊന്നാവട്ടെ. അവൻ അവരെ വിട്ട് മാറി അവരുടെ മുഖത്തേക്ക് നോക്കി. അമ്മച്ചി, എൻ്റെ ഈ ശ്വാസമുണ്ടല്ലോ, അത് നിലയ്ക്കുന്ന ആ നിമിഷം വരെയും അവളെ ഞാൻ പൊന്നുപോലെ നോക്കും. എൻ്റെ പ്രണയം കൊണ്ട് ഞാൻ അവൾക്ക് കാവലാകും. അമ്മച്ചി നോക്കിക്കോ,
ഞങ്ങളുടെ പ്രണയം എങ്ങനെയാണെന്ന്. അമ്മച്ചിക്ക് ഇനി ജാനുവിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടാട്ടോ. ഞാൻ നോക്കും അവളെ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ. അവൻ്റെ വാക്കുകളിലെ ആ ഉറപ്പ് മാത്രം മതിയായിരുന്നു ആ അമ്മ മനസ്സിലെ കാർമേഘം ഒഴിഞ്ഞു പോകാൻ. അവർ അവൻ്റെ തലയിലൊന്ന് തഴുകി. മോൻ വാ, നമുക്ക് ചായ കുടിച്ചിട്ട് വേഗം തയ്യാറാകാം. ഗ്രാൻഡ് പാർട്ടിയല്ലേ ജോപ്പൻ ഒരുക്കിയിരിക്കുന്നേ. നമുക്കൊന്ന് അടിച്ച് പൊളിക്കണം. അവരുടെ ആ സന്തോഷം, അത് മതിയായിരുന്നു അവനെ അവർ എത്രമാത്രം വിശ്വസിച്ചു എന്ന് തിരിച്ചറിയാൻ. അമ്മച്ചി ചെല്ല്, ഞാൻ വരാം. ജാനു കുളിക്കുക, അവളുമൊത്ത് ഞാൻ വന്നേക്കാം. ശരി മോനെ. അവർ പോയതും അവൻ ബെഡിലേക്കിരുന്നു. എൻ്റെ ബുദ്ധിമോശം കാരണം എത്ര പേരാ വേദനിച്ചത്. ഈ പാപമൊക്കെ ഞാൻ എവിടെ കഴുകിക്കളയും എൻ്റെ ഈശോയെ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് ജാൻവി നോക്കുമ്പോൾ കണ്ടത് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കുന്ന അവനെയാണ്. അവളുടെ കണ്ണുകൾ ഇടുങ്ങി. ഇച്ചനിപ്പോ വിഷമിക്കുന്ന എന്തിനാ? ഈ സമയം സന്തോഷിക്കാനുള്ളതല്ലേ? അവൾ സംശയത്തോടെ ഡോർ ചാരി തല തുവർത്തി നടന്നു നീങ്ങി. അവനെ നോക്കാതെ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് അതിലൂടെ അവനെ നോക്കി. അവൻ അവളെ ശ്രദ്ധിക്കുന്നതേയില്ല. അവന്റെ മനസ്സ് മറ്റെവിടോ ആണെന്ന് അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് മുടിത്തൊമ്പൊന്നു കുടഞ്ഞു. വെള്ളം മുഖത്തേക്ക് തെറിച്ചതും അവൻ ഞെട്ടലോടെ ചിന്തയിൽ നിന്നും ഉണർന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ എണീറ്റ് ബാത്റൂമിൽ കയറി ഡോറടച്ചു. ഷെടാ, ഇതിപ്പോ എന്താ പറ്റിയത്? അവൾ ആലോചിച്ചുകൊണ്ട് കഴുത്തിൽ കിടന്ന മിന്നിലേക്ക് പിടിച്ചു. അവൾ മുഖം കുനിച്ച് ആ മിന്നിലൊന്ന് നോക്കി. എത്രമാത്രം കൊതിച്ച നിമിഷമാണ് ഇന്ന് കടന്നുപോയത്. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ അവൾ കണ്ണാടിയിലൊന്ന് സ്വയം നോക്കി പുഞ്ചിരി തൂകി. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ഒച്ച കേട്ടതും അവൾ ചെറുചിരിയോടെ താഴേക്കിറങ്ങി. ഡൈനിങ് ഹാളിൽ ഒത്തുകൂടിയിരുന്ന് ചിരിയോടെ സംസാരിക്കുന്ന ഏവരെയും അവൾ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ നോക്കി. പിന്നെ അവരിലേക്ക് ഇറങ്ങിച്ചെന്നു. റീത്ത് അവളെ കണ്ണെടുക്കാതെ നോക്കി. മുട്ടിന് താഴെ നിൽക്കുന്ന സ്കർട്ടും ടോപ്പും. ഷോ, ഈ കൊച്ച്! ഹാ, മോള് വന്നോ? മോനെവിടെ? ഇച്ചൻ കുളിക്കോ അമ്മച്ചി? അവളുടെ ആ വിളി കേട്ട് ജേക്കബ് റാഹേലിനെ ഒന്ന് നോക്കി. അവർ അയാളെ നോക്കി ചിരിച്ചു. മോളിരിക്കെ, അമ്മച്ചി നല്ല പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഷോ, എന്തിനാ അമ്മച്ചി? നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങില്ലേ? കഴിച്ച ബിരിയാണി പോലും ഇതുവരെ ദഹിച്ചില്ല. അവൾ ശാസിക്കും പോലെ പറഞ്ഞതും റാഹേൽ ചിരിയോടെ, അതൊന്നും സാരമില്ല, എൻ്റെ ജാനിമോൾ ഇത് കഴിക്കേ എന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ നീട്ടുന്നതുമൊക്കെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെയാണ് റീത്ത കണ്ടു നിന്നത്. അവർക്ക് അതൊരു തിരിച്ചറിവായിരുന്നു. എൻ്റെ മകൾ ഇവിടെയും മകൾ തന്നെയാണെന്ന തിരിച്ചറിവ്. ജോർജിന്റെ അടുത്തിരുന്ന ജെറിയുടെ കണ്ണുകൾ സോഫിയിൽ തന്നെയാണ്. അവൻ എതിരെയിരിക്കുന്ന സോഫിയുടെ കാലിൽ എത്തി ഞോണ്ടാൻ ശ്രമിക്കുകയാണവൻ. അവളാണേലോ അവനെ നിവർന്നു നോക്കാതെ ചായയും മുത്തിയിരിക്കുന്നു. അതെന്താന്ന് ചോദിച്ചാ ജോർജ് അവന്റെ കൂടെ ഇരിക്കുന്നതാണ് കാരണം. അവനാണെ അവൾ നോക്കാത്തതിൽ ഒരൽപ്പം പരിഭവവും ഉണ്ട്. അപ്പോഴാണ് കുളിയും കഴിഞ്ഞ് ഷോർട്സും സ്ലീവ്ലെസ് ടീഷർട്ടും ഇട്ടുകൊണ്ട് ഇഷാന്റെ വരവ്. റീത്ത അവനെ കണ്ടതും കണ്ണ് മിഴിച്ച് അവളെയും അവനെയും മാറി മാറി നോക്കി. ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ. കെട്ടുകഴിഞ്ഞ പിള്ളേരാണെന്ന് വല്ല ബോധമുണ്ടോ? അവർ തികട്ടി വന്ന ചിരി കടിച്ചമർത്തി. ഡാ, നീ കുളിച്ചോ? അല്ലടാ, ഞാൻ നിന്നെ പോലെ ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കാം. എന്തേ? പോട പട്ടി, അതൊക്കെ പണ്ട്. ഇപ്പോ ഞാൻ 2 നേരവും കുളിക്കും. ഓഹോ, അതാണ്
വെയിലിന് ഇത്രയും ചൂട്. ആ ചൂട് നീ ഒറിജിനൽ പുണ്യാളനായതിൻ്റെയാ. ജെറി തിരിച്ചടിച്ചു. പോടാ UK തെണ്ടി. ഇഷാൻ കണ്ണു കൂർപ്പിച്ചു. വല്യപ്പച്ച നോക്കിക്കേ, അവൻ എന്നെ എപ്പോഴും UK തെണ്ടിന്ന് വിളിക്കും. ജെറി മുഖം വീർപ്പിച്ചു. നാണമില്ലല്ലോ രണ്ടിനും. ഒരുത്തൻ പെണ്ണ് കെട്ടി, ഒരുത്തൻ കെട്ടാറായി. എന്നിട്ടും തമ്മിൽ തല്ല് നിർത്തിയില്ല. നാണം കെട്ടവന്മാർ. പിള്ളേരെ പോലെ പട്ടീന്നും തെണ്ടീന്നും വിളിച്ച് നടക്കുക. കഷ്ടം തന്നെ. ജോർജ് പറഞ്ഞതും സോഫി ചിരിച്ചു. എന്താടി ഇത്ര കിണിക്കാൻ? ഞാനും അവനും ഇങ്ങനെ. അതിനിപ്പോ എന്താ? ഇഷാൻ അവളെ കോക്രി കുത്തി. ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. അവൾ പഴംപൊരി എടുത്തു കടിച്ചു. റാഹേലെ, നമുക്കിനി ജെറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു അച്ചായ. എന്റെ ജെറിക്കുട്ടിന് പറ്റിയൊരു കുട്ടിയെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. സോഫി ഞെട്ടലോടെ തല ഉയർത്തി. ജെറി അവളെ കണ്ണടച്ച് കാണിച്ചു. എന്റെ കൊച്ചാമി, ഈ പൊട്ടന്റെ കെട്ട് കഴിഞ്ഞ് മണിക്കൂറുകളല്ലേ കഴിഞ്ഞുള്ളൂ. പൊട്ട നിന്റെ തന്ത. ഇഷാൻ പിറുപിറുത്തു. എന്റെ പെണ്ണിനെ കണ്ടെത്താൻ കൊച്ചാമിക്ക് ഇനിയും ഇഷ്ടം പോലെ സമയം നീണ്ടു നിവർന്നു കിടപ്പുണ്ട്. തൽക്കാലം നമുക്ക് ഈ പൊട്ടന്റെയും എന്റെ ജാനിക്കുട്ടിയുടെയും പാർട്ടി അടിച്ചു പൊളിക്കാം. സോഫിയുടെ മുഖത്ത് ആശ്വാസം. അയ്യോ, ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ഞാനിവർക്ക് സമ്മാനമൊന്നും കൊടുത്തില്ലല്ലോ. ഞാനേ ഇപ്പൊ വരാം. ജെറി എണീറ്റ് റൂമിലേക്ക് ഓടി. എല്ലാവരും പരസ്പരം നോക്കി. കയ്യിൽ 2 പാക്കറ്റുമായി ഓടി വരുന്ന ജെറി. ഇതെന്താടാ? ഇതാണ് എന്റെ സമ്മാനം. ഇന്നത്തെ ഫംഗ്ഷന് നിങ്ങൾ ഇത് വേണം ഇടാൻ. ഇതെന്താ നോക്കട്ടെ. ഇഷാൻ പാക്കറ്റ് തട്ടിപ്പറിച്ചു തുറന്നു. അയ്യവ, അടിപൊളി. സ്കൈ ബ്ലൂ കളർ കോമ്പിനേഷൻ. പാർട്ടി വെയർ ആയിരുന്നു അത്. അതേ കളർ ലെഹങ്ക ആയിരുന്നു ജാൻവിയുടേത്. എടാ ജെറി, ഇത് കലക്കി കേട്ടോ. വല്യപ്പച്ച എങ്ങനെയുണ്ട്? അയാൾ അടിപൊളിയെന്ന് വിരലുയർത്തി. അവൻ എല്ലാരെയും നോക്കി. എല്ലാവരും സൂപ്പർ എന്ന് കാണിച്ചു. ജാൻവി ജെറിയെ നോക്കി. ജെറി, താങ്ക്സ് പറഞ്ഞ് കുളവാക്കുന്നില്ല. എന്നാലും ജെറിയുടെ സമ്മാനം പൊളിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടായി. ജാൻവി ചിരിയോടെ പറഞ്ഞു. അപ്പോ നമുക്കൊരു 4:30 ഇവിടുന്ന് തിരിക്കാം അല്ലേ? ജോർജ് എല്ലാരെയും നോക്കി. എല്ലാവരും ഒരുപോലെ തലയാട്ടി. എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി എണീറ്റ് അവരവരുടെ റൂമിലേക്ക് നടന്നു. സോഫി റാഹേലിന്റെയും റീത്തയുടെയും ഒപ്പം കിച്ചണിലേക്ക് നടന്നു. ജെറി പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. അതെ, റൂമിലോട്ടൊന്ന് വരണേ. അത്രമാത്രം പറഞ്ഞ് അവൻ തിരികെ പോയി. അയ്യോ, ഞാനെങ്ങനെ? അവൾ പറയുന്നതൊന്നും അവൻ കേട്ടില്ല. അവൾ ആകെ ടെൻഷൻ അടിച്ച് കിച്ചണിൽ സഹായിച്ച് തിരികെ നടന്നു. അവൾ ചുറ്റും നോക്കി നോക്കി വിരൽ കടിച്ചു. ജെറിയുടെ റൂമിലേക്ക് കണ്ണ് പായിച്ചു. അവൾ മടിച്ച് ചുറ്റും നോക്കി നോക്കി അവന്റെ റൂമിന്റെ വാതിലിൽ എത്തി നിന്നു. പെട്ടെന്ന് അവൻ അവളെ അകത്തേക്ക് വലിച്ചു കയറ്റി. അയ്യോ! അവൾ നിലവിളിച്ചതും അവൻ വേഗം അവളുടെ വായ പൊതിഞ്ഞു പിടിച്ചു. ഒച്ച വയ്ക്കല്ലേ പൊന്നെ, വല്യപ്പച്ചനെങ്ങാനും കണ്ട തീർന്നു. അവളെ ഡോറിൽ ചാരി നിർത്തി അവൻ പറഞ്ഞു. അവളുടെ പിടയ്ക്കുന്ന കണ്ണുകൾ അവൻ മെല്ലെ കൈ പിൻവലിച്ചു. അവളുടെ പരിഭ്രമം നിറഞ്ഞ മുഖം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി സ്വയം മറന്നുപോയി. ജർച്ചായ, എന്താ വരാൻ പറഞ്ഞത്? അവന് പെട്ടെന്ന് ബോധം വീണു. അയ്യോ, അത് ഞാൻ മറന്നു. അവൻ ബെഡിൽ നിന്നും ഒരു പാക്കറ്റ് എടുത്തു. അവൾക്ക് നേരെ നീട്ടി. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. അവളുടെ കണ്ണുകൾ വിടർന്നു.
ഇന്ന് ഫംഗ്ഷൻ ഇതിട്ട് വരണം. അവൾ അവനെ വിടർന്ന കണ്ണാലെ നോക്കി. എനിക്ക് എനിക്ക് വേണ്ടി വാങ്ങിയതാണോ? അവൾ അതിശയത്തിൽ ചോദിച്ചു. അവൻ ചിരിയോടെ തലയാട്ടി. അവൾ അത് വാങ്ങി നെഞ്ചോട് ചേർത്തു. നോക്കുന്നില്ലേ? ഇഷ്ടായോ നോക്ക്. അവൾ തല ചലിപ്പിച്ചു. ഇല്ല, നോക്കുന്നില്ല. എനിക്കിഷ്ടായി. എന്റെ ചെറുചായൻ എനിക്ക് വേണ്ടി ആദ്യമായി വാങ്ങിയതല്ലേ. എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടായി. അവളുടെ സ്വരത്തിൽ സന്തോഷം നിറഞ്ഞു. ആ നിഷ്കളങ്ക വാക്കുകൾ അവനെ ഏതോ ലോകത്തിലെത്തിച്ചു. അവൻ പെട്ടെന്നേതോ ഉൾപ്രേരണയിൽ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. കാറ്റുപോലും കടക്കാത്ത വിധം കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് തന്നെ അവൻ അവളെ വിട്ടു. സോറി, ഞാൻ പെട്ടെന്ന്. അവൻ വിക്കിയതും അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവൻ ഞെട്ടിപ്പോയി. ലവ് യു സോ മച്ച് ജെർച്ചായ പറഞ്ഞുകൊണ്ട് അവനെ നോക്കാതെ അവൾ പുറത്തേക്കിറങ്ങി ഓടി. ഒരു നിമിഷം നടന്നത് വിശ്വസിക്കാൻ കഴിയാതെ അവൻ അമ്പരന്ന് നിന്നു. പിന്നെ ചിരിയോടെ ബെഡിലേക്ക് മറിഞ്ഞു. ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ അപ്പോൾ അവനായിരുന്നു. പോകാനുള്ള തയ്യാറെടുപ്പിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ജാൻവി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പിന്നിലേക്ക് കൈ വളയ്ക്കുകയാണ്. ഷെടാ, കിട്ടുന്നില്ലല്ലോ. പിന്നിലെ വള്ളി എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണവൾ. ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന ഇഷാൻ തോളിൽ കിടന്ന ടവലിന്റെ ഒരറ്റം കൊണ്ട് തല തുവർത്തി നോക്കുമ്പോൾ ജാൻവി നിന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ട് അവന് ചിരി വന്നു. അവന് കാര്യം മനസ്സിലായി. ഉടുപ്പിട്ടപ്പോ വള്ളി ഉള്ളിൽ കുടുങ്ങിയതാണ്. ബാക്കിലായോണ്ട് അവൾ അത് കാണുന്നുമില്ല. അവൻ അവളുടെ പിന്നിലേക്ക് ചെന്ന് നിന്നു. കണ്ണാടിയിലൂടെ അവനെ കണ്ട അവൾ ഒന്ന് പതറി. ചിതറിയ നനവാർന്ന മുടിയിഴ അവന്റെ മുഖത്തേക്ക് അലസമായി കിടക്കുന്നു. അതിൽ അവനൊരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ. അവന്റെ കണ്ണുകളിലെ ആ ഭാവം, അത് കുസൃതിയാണോ അതോ പ്രണയമാണോ? അവൾ നോക്കി നിൽക്കുമ്പോൾ അവന്റെ വിരൽത്തുമ്പിലെ തണുപ്പ് അവളുടെ പുറത്തു പതിഞ്ഞു. അവൻ അവളുടെ മുടി സൈഡിലേക്ക് മാറ്റി. അവൻ അവളിൽ തന്നെ മിഴികൾ നാട്ടി. അവന്റെ വിരൽ ചലിച്ചതും അവൾ പിടഞ്ഞു. ഉള്ളിൽ നിന്നും വള്ളിയെടുത്ത് അവൻ കണ്ണാടിയിലൂടെ കാണുന്ന അവളുടെ പ്രതിബിംബത്തെ നോക്കി നിന്ന് സിബിട്ടു. പിന്നെ അവളെ നോക്കി തന്നെ ആ വള്ളി മെല്ലെ കെട്ടിക്കൊടുത്തു. അവളുടെ നെഞ്ചിടിപ്പ് അവന് കേൾക്കാൻ പാകത്തിൽ മിടിച്ചു. അവളുടെ മിഴികൾ പിടയ്ക്കുന്നത് അവൻ ആസ്വദിച്ചു. അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ മുഖം താഴ്ത്തി അവളുടെ പിൻകഴുത്തിൽ ചുംബിച്ചു. പൊള്ളിപ്പിടഞ്ഞുപോയി അവൾ. അവൻ വീണ്ടും ആവർത്തിക്കാൻ തുനിഞ്ഞതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു. അവന്റെ ലക്ഷ്യം തെറ്റി സ്ഥാനം മാറി ചുണ്ടു പതിഞ്ഞതും അവനും അവളും ഒരുപോലെ വിറച്ചുപോയി. ആ ഒരു നിമിഷം ഇരുവരും സ്റ്റക്കായി. ഞൊടിയിടയിൽ അവൾ അവനെ പിന്നിലേക്ക് തള്ളി പുറത്തേക്ക് ഓടിയിറങ്ങി. റൂമിന് പുറത്തെത്തി അവൾ ഭിത്തിയിൽ ചാരി നിന്ന് കിതച്ചു. ഈശാൻ പുഞ്ചിരിയോടെ കണ്ണാടിയിൽ നോക്കി തള്ളവിരൽ കൊണ്ട് ചുണ്ടൊന്ന് തടവി. അപ്പോ അവന്റെ മുഖത്തിന് വല്ലാത്തൊരു തിളക്കമായിരുന്നു. ഈശാൻ ഡ്രസ്സ് ചേഞ്ച് ഇറങ്ങുന്നതുവരെയും അവൾ ബാൽക്കണിയിൽ ഒളിച്ചു നിന്നു. അവൻ മൂളിപ്പാട്ടോടെ താഴേക്ക് പോയതും അവൾ റൂമിലെത്തി. കണ്ണാടിയിൽ നോക്കി അവൾക്ക് ശരീരം വിറയ്ക്കുന്നത് പോലെയോ കാലുകൾ തളരുന്നത് പോലെയോ ഒക്കെ തോന്നി. ശരീരത്തിൽ ആകെ ഒരു മാറ്റം അവൾ അറിഞ്ഞു. അവൾ അവനെ ഓർത്തു, അവന്റെ പ്രവൃത്തി ഓർത്തു. അപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഭാവമായിരുന്നു. മുഖമൊക്കെ ചുവന്നു തൊടുത്തു. ജാൻവി, ഇല്ല, അങ്ങനെ പെട്ടെന്ന് അവന്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങരുത്. അവളുടെ മനസ്സ് മന്ത്രിച്ചു. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ആ ദിവസം ഓടിയെത്തി. അവളുടെ മുഖം ഇരുണ്ടു. മുഖത്ത് വേദന നിറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു. ഇല്ല,
ഇച്ഛൻ്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ വീണു പോകില്ല. മോളെ, സോഫി, ദാ വരുന്ന ആൻറ്റി. ലൈറ്റ് മഞ്ഞയിൽ വെള്ളപ്പൂക്കൾ നിറഞ്ഞ നൈസ് ലെഹങ്ക കൈകൾ കൊണ്ടുയർത്തി അവൾ വരുന്നത് കണ്ട് ഹാളിലിരുന്നവരുടെ കണ്ണുകൾ വിടർന്നു. അവൾ അതുപോലെ സുന്ദരിയായിരുന്നു ആ ഡ്രസ്സിൽ. ആഹാ, ഇതാരെടുത്ത ഡ്രസ്സാ മോളെ? നമ്മൾ വാങ്ങിയതല്ലോ. റാഹേലിന് സംശയം. അത് ഞാൻ വാങ്ങിയതാ മമ്മി, സ്റ്റെപ്പ് ഇറങ്ങി വന്ന ഇഷാൻ പറഞ്ഞു. സോഫി ആശ്വാസത്തോടെ അവനെ നോക്കി. അവൻ കണ്ണിറുക്കി ചിരിച്ചു. ആണോ? നന്നായിട്ടുണ്ട് മോളെ. ഈ ഡ്രസ്സിൽ കാണാൻ എന്ത് രസാ. റാഹേൽ അവളെ ചേർത്ത് പിടിച്ചു. സോഫിക്ക് ഉള്ളിലൊരു നീറ്റൽ തോന്നി. സത്യം അറിയുമ്പോ ഈ സ്നേഹമൊക്കെ. അവളുടെ കണ്ണ് നിറഞ്ഞു. കുർത്തിയുടെ കൈയും മടക്കി വന്ന ജെറി റാഹേലിന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന സോഫിയെ കണ്ട് കണ്ണ് തള്ളി. അവളുടെ ഭംഗി ഇരട്ടിച്ചതായി അവന് തോന്നി. മോനെ ജെറിക്കുട്ട, നിനക്ക് ഇത്രയും സെലക്ഷനൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാട്ടോ അറിഞ്ഞത്. അവന്റെ കാതിലായി ഇഷാൻ പറഞ്ഞതും ജെറി അവനെ നോക്കി ഒന്നിളിച്ചു. ഞങ്ങൾക്ക് ഡ്രസ്സ് തന്നപ്പോഴേ ഞാൻ ഊഹിച്ചു അവൾക്ക് നീ എടുത്തിട്ടുണ്ടാകുമെന്ന്. എന്തായാലും നിന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് അവൾക്ക് നന്നായി ചേരുന്നുണ്ട്. താങ്ക്സ്, ജെറി ചുണ്ടിൽ വെച്ച് പറഞ്ഞു. ആഹാ ജെറി, നീയും സെയിം കളറാണല്ലോ. ഇവനാണോ ഇതും സ്പോൺസർ ചെയ്തത്? അതെ മമ്മി, ഇവർക്കുള്ള എൻ്റെ സെലക്ഷനാ. ആ, രണ്ടുപേരും സൂപ്പറായിട്ടുണ്ട്. ഇന്ന് നോക്കിക്കോ, ഇവരെക്കാൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ ആയിരിക്കും. ജോർജ് ജെറിയെ ഒന്നിരുത്തി നോക്കി. ആ നോട്ടത്തിൽ എന്തോ ഒരു വശപ്പിശകുണ്ടല്ലോ. ജെറിയുടെ ഉള്ളിൽ അപായ സൂചന. ജാൻ വന്നില്ലേ ഇതുവരെ? സോഫി, നീ ഒന്ന് ചെന്നേ, വല്ല ഹെൽപ്പും വേണമെങ്കിലോ? ജെറി പെട്ടെന്ന് വിഷയം മാറ്റി. എടാ കഴുതേ, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും. ഇതൊന്ന് കഴിയട്ടെ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. ജോർജ് അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു. സോഫി സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പോൾ ജാൻവി താഴേക്കിറങ്ങി വന്നു. ആ, ജാൻ വന്നല്ലോ. മോളെ, അടിപൊളി. ഇതിപ്പോ എന്താ പറയണ്ടേ, പെൺപിള്ളേ രണ്ടും സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ റീത്തേ? അതെ, ഇന്ന് തന്നെ സോഫിക്ക് ചെക്കൻ സെറ്റാകും, ജേക്കബ് ചിരിയോട് പറഞ്ഞു. ആ, അത് ഞാനും ഓർത്തു. ഇന്ന് വരുന്ന പയ്യന്മാർ നമ്മുടെ കൊച്ചിനെ വട്ടമിട്ട് പറക്കും, ജോർജ് ഊന്നി പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. പക്ഷേ നമ്മുടെ ജെറിക്കുട്ടന് അതത്ര അങ്ങ് പിടിച്ചില്ല. തൻ്റെ പെണ്ണിനെ അങ്ങനെ ഇപ്പോൾ ആരും നോക്കണ്ട എന്നൊരു കുഞ്ഞു പൊസസീവ് ആ തലയിൽ ഉദിച്ചു. മോളെ, നിങ്ങൾ നാലും നിൽക്ക്, ഒരു ഫോട്ടോ എടുക്കാം, ജേക്കബ് പറഞ്ഞു. എന്തിനാ അങ്കിൾ, ഫംഗ്ഷന് ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ, പിന്നെ ഇപ്പോഴേ എന്തിനാ? അതവിടല്ലേടാ, തറവാട്ടിലെ ഒരുപ്പിക്കിരുന്നോട്ടെ. വാ, ഞാനെടുക്കാം, ജേക്കബ് പറഞ്ഞതും അവർ തയ്യാറായി. ഇഷാനും ജാൻവിയും നടുക്ക്, അവർക്കിരുവശത്തുമായിട്ട് ജെറിയും സോഫിയും. ഇഷാൻ അവളുടെ ഇടുപ്പിൽ കൈ ചുറ്റിപ്പിടിച്ച് പോസ് ചെയ്തു. ജാൻവി കത്തുന്ന മിഴികളോട് അവനെ നോക്കി. പെട്ടെന്ന് അവൻ ആ കൈ അങ്ങ് പിൻവലിച്ചു. അതോടെ ആ കൈ അവളുടെ ചുമലിൽ വെച്ച് ചിരിയോടെ നിന്ന് ഫോട്ടോ എടുത്തു. ആ സമയം റൂമിലെ സകല സാധനങ്ങളും തല്ലിപ്പൊട്ടിച്ച് ഒരു ഭ്രാന്തിയെ പോലെ മുടി വലിച്ച് ബെഡിലിരുന്ന് പിറുപിറുക്കുകയാണ് അലോണ. അവനെ എനിക്ക് വേണം, അവൻ എന്റേതാ, ഒരുത്തിക്ക് ഞാൻ കൊടുക്കില്ല. എനിക്ക് കിട്ടാത്തത് അവൾക്കും കിട്ടില്ല. ഇന്ന് രാത്രി നിനക്ക് കാളരാത്രിയാണടി. ഞാൻ വരും, അവൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. എൻ്റെ മുന്നിൽ വെച്ച് അവൻ നിന്നെ ഉമ്മ വെച്ചില്ലേ, അത് അവസാനത്തെയാ. നീ കുറിച്ചിട്ടോ, നിന്റെ മരണം എൻ്റെ കൈകൊണ്ടാ.
അവൾ ഫോണിനായി പരതി. അവൾ ഭ്രാന്തിയെപ്പോലെ ആരുടെയോ നമ്പർ എടുത്ത് കോൾ ചെയ്തു. കോൾ കണക്റ്റായതും അവൾ അലറി. എടാ, നീയല്ലേ പറഞ്ഞത് എനിക്ക് ഞാൻ കൊതിച്ചത് നീ തരുമെന്ന്? ഇപ്പോ എന്താ സംഭവിച്ചത്? അറിഞ്ഞോ നീ നിന്റെ പെണ്ണ് ഇന്നു മുതൽ അവന്റെ ഭാര്യ. ഹേ, രുദ്രൻ ഞെട്ടിപ്പോയി. കൊച്ചേ, നീ എന്താ പറഞ്ഞേ? എന്താടോ ഞാൻ പറഞ്ഞെന്ന് കേട്ടില്ലേ? ഇന്ന് രാവിലെ പള്ളിയിൽ വെച്ച് അവരുടെ കെട്ട് കഴിഞ്ഞു. നീ കൊതിച്ചതും ഞാൻ കൊതിച്ചതും ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോവാ. രുദ്രന്റെ മുഖം വലിഞ്ഞു മുറുകി. എന്താടോ ഒന്നും മിണ്ടാത്തത്? തനിക്കെച്ചില് മതിയാവും, പക്ഷേ എനിക്കത് പോരാ. ഇന്ന് രാത്രി തന്നെ അവനെ എനിക്ക് വേണം. താൻ വാ, നമുക്ക് ആലോചിച്ച് വേണ്ട ചെയ്യാം. ഞാൻ വരും, ഇന്ന് തന്നെ. ഞാൻ കൊതിച്ചത് ഒരുത്തനും അനുഭവിക്കില്ല. അവനത് അവളോടായി പറഞ്ഞു. അതിനി അവനെ ഇല്ലാതാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ. അത് മനസ്സിലും. അവന്റെ സ്വരത്തിൽ പക നിറഞ്ഞത് തിരിച്ചറിഞ്ഞ അലോണ ക്രൂരമായി ഒന്ന് ചിരിച്ചു. ജാൻവി, വരുന്നുണ്ട് നിന്റെ മുറച്ചക്കൻ. ആ കാലന്റെ കൂടെ കഴിയാനാ മോളെ നിന്റെ വിധി. അവൾ ചിരിച്ചു, ഉറക്കെ ചിരിച്ചു.